മരത്തിന്റെ മുകളിലെല്ലാം കയറി കളിച്ചോണ്ടിരിക്കുന്ന ബുൾബുളിനെ അവളുടെ അമ്മ ഇത് നിന്റെ കല്യാണാണ് വായു എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോവാണ്. ബുൾബുളാണെന്ന് വെച്ചാല് ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിലും കല്യാണ പെണ്ണിന്റെ വസ്ത്രം എല്ലാം ഇട്ടിട്ടാണ് അവൾ ഇരിക്കുന്നത്. അങ്ങനെ രാത്രി സമയം അവൾ ഉറങ്ങിയ നേരത്ത് ഈ കല്യാണ ചെക്കന്റെ ആൾക്കാരാണെന്ന് വെച്ചാല് ഇവളെയും കൊണ്ട് പോവാണ്. പോകുന്ന വഴിക്ക് ബുൾബുൾ എണീറ്റ് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ ഒരു സ്ത്രീയാണെന്ന് വെച്ചാൽ അവളെ ചീത്ത പറഞ്ഞ അവിടെ കിടത്താണ്. അവരുടെ കൂടെ അന്നൊരു പയ്യനുണ്ടായിരുന്നു. അവളുടെ വിചാരം ആ പയ്യനാണ് തന്റെ ഭർത്താവ് എന്നാണ്. ആ പയ്യൻ ബുൾബുളിന് കഥകളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ബുൾബുളിന് ആ പയ്യനെ ഇഷ്ടമാവുന്നുണ്ട്. അങ്ങനെ അവര് തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവാണ്. പക്ഷെ റൂമിലെത്തിയ ബുൾബുളിന്റെ അടുത്തേക്ക് വയ്യാത്തൊരാള് വരാണ്. അതാരാണെന്ന് അന്വേഷിക്കുമ്പോൾ ഇവളുടെ ഭർത്താവിന്റെ ചേട്ടനാണെന്ന് അറിയാണ്. ആ ഒരു സമയം അവളുടെ ഭർത്താവാണെന്ന് പറഞ്ഞ് അവിടേക്ക് ഒരാൾ വരുന്നുണ്ട്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളായിരുന്നു അത്. ബുൾബുളൊക്കെ പറയാണ്, നിങ്ങളാണോ എന്റെ ഭർത്താവ്? ഞാൻ വിചാരിച്ചു എന്റെ പ്രായത്തിലുള്ള ആ പയ്യനുണ്ടല്ലോ അവരാണ് എന്റെ ഭർത്താവ് എന്ന്. അത് കേട്ട് അയാളും ചിരിക്കുന്നുണ്ട്. പിന്നീടാണെന്ന് വെച്ചാൽ കുറെ കാലങ്ങൾ കഴിഞ്ഞു പോയി ബുൾബുൾ ഇപ്പൊ വളർന്ന് വലിയൊരു പെണ്ണായി മാറിയേക്കാണ്. അവളുടെ ഭർത്താവിനായിട്ട് അവള് ഭയങ്കര സന്തോഷമായിട്ടാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ ബുൾബുളിന്റെ പ്രായത്തിലുണ്ടായിരുന്ന ആ പയ്യനുണ്ടായിരുന്നല്ലോ നമ്മുടെ ഹീറോ, അവനായിട്ട് ബുൾബുൾ ഇപ്പോഴും ഭയങ്കര ഫ്രണ്ട്ഷിപ്പിൽ തന്നെ ആയിരുന്നു. എന്നാൽ ഇതൊന്നും കണ്ടിട്ട് ബുൾബുളിന്റെ ഭർത്താവിന്റെ ചേട്ടന്റെ ഭാര്യക്ക് അത്ര പിടിക്കുന്നില്ല. ഇവള് മാത്രം ഇത്ര സന്തോഷമായിട്ട് ജീവിച്ചാല് ശരിയാവില്ല എന്ന് അവള് മനസ്സിൽ കരുതാണ്. അതിന് ഇവൾ ഒപ്പിച്ച വലിയൊരു പണി എന്താണെന്ന് അറിയോ? ആ നാട് തന്നെ നടുങ്ങിപ്പോയ ഒരു സംഭവമായിട്ട് പിന്നെ എല്ലാം മാറാണ്. അതെന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഐ ലവ് മൈ ഹസ്ബൻഡ് എന്ന് ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇതിന്റെ ഫുൾ പാർട്ട് കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.